എറണാകുളം ജില്ലയിലെ ബീവറേജുകളിൽ പ്രീമിയം കൗണ്ടറുകൾ ഉൾപ്പെടെ കാര്യമായ മാറ്റമൊന്നും എങ്ങും ഉണ്ടായിട്ടില്ല. മിക്ക ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങണമെങ്കിൽ ഉപഭോക്താക്കൾ കഷ്ടപ്പെടേണ്ട അവസ്ഥ തന്നെയാണ്. കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറി വേണം പെരുമ്പാവൂരിലെ പ്രീമിയം കൗണ്ടറിലേക്ക് എത്താൻ. ലെൻസ് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് പ്രീമിയം കൗണ്ടറിൻ്റെ ചെറിയ ദിശാബോർഡ്. പെരുമ്പാവൂരിലുള്ളൊരു പ്രീമിയം ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് കൗണ്ടറാണ്. ഈ കൗണ്ടറിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് പടികൾ കയറണം. പ്രായമായ ആളുകൾക്ക് പോലും ഇവിടെ വന്ന് മദ്യം വാങ്ങി പോകണമെങ്കിൽ വളരെ പാടുപെടേണ്ടി വരും. മുകളിൽ പോയി മദ്യം വാങ്ങി തിരികെ ഇറങ്ങുമ്പോൾ അവ പൊട്ടാതെ സ്റ്റെയർകേസ് മുഴുവൻ ഇറങ്ങി വരിക ആയാസമാണ്. 2000-2500 രൂപ കൊടുത്ത് വാങ്ങിച്ചു വരുമ്പോൾ നമുക്ക് നടക്കുക വീണ് പോകുന്നുള്ള പേടിയുണ്ടാണ് നമുക്ക് തന്നെ. നല്ല സ്ഥലത്ത് ഇത്രയും വരുമാനം ഇത്ര ടാക്സ് വാങ്ങിക്കുമ്പോൾ നല്ലൊരു ബിൽഡിങ്ങിലേക്ക് ഈ സ്ഥാപനം മാറ്റി നാട്ടുകാർ കുടിക്കുന്നത് അല്ലാത്തവർ കുടിക്കണ്ട. അത് കുറേ ആണ് കയറണം. അതിനാകെ കഷ്ടം ഇപ്പറേ കയറണമെങ്കിൽ കോണിപ്പടി കണ്ടമാനം കയറണം. ബിവറേജ് ഇവിടെ ഉള്ളൂ. പെരുമ്പാവൂരിൽ തന്നെ തൊട്ടപ്പുറത്തെ സാധാരണ മദ്യശാലയിലേക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ല. ഇരുട്ട് നിറഞ്ഞ ഇടത്തിലെ സ്റ്റെപ്പുകൾ കയറി വേണം ഇവിടെയും അകത്തേക്ക് കടക്കാൻ. മദ്യവിലയേക്കാൾ ഉപരി ടാക്സ് ഇനത്തിൽ കൂടുതൽ പണം നൽകുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട സേവനം ഇത്ര മതിയോ? പെരുമ്പാവൂരിലെ ഈ ബീവറേജിലേക്ക് കയറണമെങ്കിൽ ഇരുട്ടത്ത് തപ്പേണ്ട അവസ്ഥയാണ്. വെളിച്ചം പോലും ഇവിടെയില്ല. രാത്രിയായാൽ പറയുകയോ വേണ്ട. ഇങ്ങനെയാണോ ബീവറേജിൽ മദ്യം നൽകേണ്ടത്? പെരുമ്പാവൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിന് പുറത്തും മോശം അവസ്ഥയാണുള്ളത്. പരിസരമാകെ മലിനമാണ്. ഇവിടെ ഇരുന്ന പരസ്യ മദ്യപാനവുമുണ്ട്. പെരുമ്പാവൂരിലെ ഈ ബീവറേജ് പരിസരത്ത് വന്നാൽ നമുക്ക് കാണാൻ കഴിയുക ആളൊഴിഞ്ഞ പറമ്പിലെ പരസ്യ മദ്യപാനമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഈ പറമ്പിൽ കാണാൻ കഴിയും. ഇതര സംസ്ഥാനക്കാരടക്കം ഇവിടെ എത്തിയാണ് പരസ്യമായിട്ട് മദ്യപിക്കുന്നത്. പ്രതിദിനം നിരവധി പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാറുമുണ്ട്. വിലയേക്കാൾ അധികം നികുതി നൽകിയാണ് ഉപഭോക്താക്കൾ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങുന്നത്. എന്നാൽ അവിടെ ലഭിക്കേണ്ട മിനിമം സൗകര്യങ്ങൾ ഇനി ആരിൽ നിന്നാണ് കിട്ടുക? ജോയിസിയാറിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.